അരളി. ചുവപ്പ്, പിങ്ക്, വെള്ള നിറങ്ങളിൽ കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്ന അരളിപ്പൂക്കൾ. എത്ര കഠിനമായ വെയിലിനെയും അതിജീവിച്ച് നാട്ടിൻപുറങ്ങളിൽ പുഞ്ചിരിയോടെ പൂത്തു നിൽക്കുന്ന അതിശയം. പൊന്നോണം കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന 8ാം നാളായ പൂരാടം പുലരുമ്പോൾ ഓണപ്പൂക്കളത്തിന് പ്രൗഢിയും പൂർണ്ണതയും നൽകാൻ മുന്നണിയിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം അരളിപ്പൂവാണ്. ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ അർച്ചനപ്പൂവായ അരളി ഓണപ്പൂക്കളത്തിൽ എത്തുമ്പോൾ മഹാബലി തമ്പുരാനെ സ്വീകരിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? പൂരാടം നാളിലെ പൂക്കളവും അരളിപ്പൂവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധവും അതിനു പിന്നിലെ രസകരമായ കഥയും അറിയാൻ വീഡിയോ പൂർണ്ണമായി കാണും. ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തിന്റെ 8ാം ദിനമാണ് പൂരാടം. കേരളത്തിലെ വീടുകളിലും ഗ്രാമങ്ങളിലും ആഘോഷങ്ങൾ ഉച്ചസ്ഥായിയിലെത്തുന്ന ദിനം. പൂരാടം ഉണ്ണികളെ എന്ന് ചൊല്ലി കുട്ടികൾ പൂക്കളമിടാൻ മത്സരിക്കുന്ന മനോഹരമായ നാൾ. പൂരാടം നാളിലെ വലിയ പൂക്കളത്തിൽ ഏറ്റവും പ്രധാനം അരളിപ്പൂവാണ്. മുൻ ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച ചെറിയ നാടൻ പൂക്കൾക്കൊപ്പം പൂക്കളത്തിന് വലിപ്പവും നിറസമൃദ്ധിയും നൽകാൻ അരളിയോളം പോന്ന മറ്റൊരു പൂവില്ല. ചുവപ്പും പിങ്കും വെള്ളയും നിറങ്ങളിൽ വിരിയുന്ന അരളിപ്പൂക്കൾ പൂക്കളത്തിൽ വയ്ക്കുമ്പോൾ പൂക്കളത്തിന് ഒരു പ്രത്യേക ഗാംഭീര്യവും രാജകീയ ശോഭയും കൈവരുന്നു. അരളിപ്പൂവിനും മാവേലി തമ്പുരാന്റെ വരവിനും പിന്നിൽ നാട്ടിൻപുറങ്ങളിൽ പ്രചാരണത്തിലുള്ള ഒരു നാടോടി കഥയുണ്ട്. അസുര രാജാവാണെങ്കിലും അനുകമ്പയുള്ള മഹാബലി തമ്പുരാൻ തൻ്റെ വരവിൻ്റെ 8ാം നാളിൽ പ്രജകളുടെ വീടുകൾ കാണാനായി നടന്നു വരുമ്പോൾ കടുപ്പമുള്ള വെയിലിലും തെല്ലും വാടാതെ തല ഉയർത്തി നിൽക്കുന്ന അരളിച്ചെടികളെ കണ്ടു. മഹാബലി തമ്പുരാൻ അരളിയോട് ചോദിച്ചു, നീ കഠിനമായ ചൂടിലും വെയിലിലും പോലും വാടാതെ ഇത്രയും ശക്തിയോടെ പൂത്തു നിൽക്കുന്നത് എങ്ങനെയാണ്? അരളിപ്പൂ വിനയത്തോടെ പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ഭരണകാലത്ത് പ്രജകൾക്ക് കഷ്ടപ്പാടുകളോ വിഷമങ്ങളോ താങ്ങാനുള്ള കരുത്തുണ്ടായിരുന്നു. ആ കരുത്തിൻ്റെയും സഹനശക്തിയുടെയും പ്രതീകമായാണ് ഞാൻ ഈ മണ്ണിൽ നിൽക്കുന്നത്. അങ്ങയെ സ്വീകരിക്കാൻ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഞാൻ വാടാതെ പുഞ്ചിരിച്ചു നിൽക്കും. അരളിപ്പൂവിൻ്റെ ഈ ഉറച്ച നിലപാടും സഹനശക്തിയും കണ്ട് പ്രസന്നനായ മാവേലി തമ്പുരാൻ അനുഗ്രഹിച്ചു. എൻ്റെ വരവിൻ്റെ 9ാം നാളായ പൂരാടത്തിൽ എൻ്റെ പ്രജകളുടെ പൂക്കളത്തിൽ അതിജീവനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി നീ എന്നും അണിനിരക്കും. അങ്ങനെയാണ് പൂരാടം നാളിലെ പൂക്കളത്തിൽ അരളിപ്പൂവിന് അഭിവാജ്യ സ്ഥാനം ലഭിച്ചത്. അരളിപ്പൂവ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജകൾക്കും മാല ചാർത്തുന്നതിനും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പൂക്കളിലൊന്നാണ്. ശാസ്ത്രീയമായി നേരിയം ഒലിയാൻഡർ എന്ന് വിളിക്കുന്ന ഈ ചെടി ഏതു വരണ്ട മണ്ണിലും എളുപ്പത്തിൽ വളരുമെന്ന പ്രത്യേകതയുണ്ട്. ബാഹ്യമായി കഠിനമെന്ന് തോന്നുമെങ്കിലും പൂക്കളത്തിൽ വയ്ക്കുമ്പോൾ അതീവ മനോഹരിയായി മാറും അരളി. വിഷാംശമുള്ള സസ്യമാണെങ്കിലും പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും പൂക്കൾക്കും അതിൻ്റെതായ സ്ഥാനവും സംരക്ഷണവും നൽകണമെന്ന വലിയൊരു സന്ദേശം കൂടെ ഇത് പങ്കുവയ്ക്കുന്നു. പഴയകാലത്തെ ഓണനാളുകളിൽ കുട്ടികൾ കയ്യിൽ കൊട്ടുമായി പറമ്പുകളിലൂടെ നടന്ന് അരളിപ്പൂക്കൾ പറിച്ചെടുക്കുന്ന കാഴ്ച ഏതൊരു മലയാളിക്കും മനോഹരമായ ഒരു ബാല്യകാല ഓർമ്മയാണ്. ഇന്നത്തെ കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് കവറുകളിലെ പൂക്കൾ വച്ച് നമ്മൾ പൂക്കളമിടുമ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എളുപ്പത്തിൽ കിട്ടുന്ന അരളിപ്പൂക്കളുടെ ഭംഗി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, പൂരാടം നാളിൽ പൂക്കളത്തിന് ഭംഗി നൽകുന്ന അരളിപ്പൂവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിജീവനത്തെയും ശക്തിയെയുമാണ്. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ പൂക്കളത്തിൽ പ്രൗഢിയോടെ തിളങ്ങുന്ന അരളിപ്പൂക്കൾ വയ്ക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ബാല്യകാല പൂരാട ഓർമ്മകൾ താഴെ കമൻറ്റിൽ പങ്കുവയ്ക്കൂ. കൂടുതൽ നാടൻ ചരിത്രങ്ങൾക്കും കഥകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.